കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും വലിയ ആരോപണങ്ങൾക്ക് നടുവിലാണ്. ഓരോ ദിവസവും കസ്റ്റഡി മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഗുരുതരമായ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. ഇതാണോ പോലീസ്? ഇവിടെയാണോ സാധാരണക്കാരന് നീതി കിട്ടേണ്ട ഇടം എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ സംഭവങ്ങൾ അക്കമിട്ട് പ്രതിപക്ഷ എംഎൽഎമാർ സഭയിൽ ഉന്നയിച്ചു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ഇപ്പോഴും ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതിന്റെ പേരിൽ പോലീസ് സേന ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മാത്രമല്ല, ഇന്നത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന UDF സർക്കാരുകളെ കുറ്റപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. നടപടി പ്രഖ്യാപിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. എന്താണ് സഭയിൽ നടന്നത് എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾ കേൾക്കാം. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. ഡിവൈഎഫ്ഐ നേതാവിനെ, ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ മൗനം പാലിച്ചു, നിങ്ങൾ എന്റെ മിണ്ടിയില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹാളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ, ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും, അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം, ഞങ്ങള് ഈ കുറ്റം ചെയ്താല് ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ, നോക്കണം. ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിലുണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റും. കേരളത്തിൽ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിലുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കും? 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു.
സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ, വിവിധ ഔദ്യോഗിക ഏജൻസികൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. സർ, ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ്. ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിന്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഇതാണോ പോലീസിന്റെ പുതിയ രീതി, ഇതാണോ മികച്ച രീതി എന്ന് തന്നെയാണ് അറിയാത്തത്. ഏതായാലും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സെയ്ഫ് സെയിൻ അബീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകും. പോലീസിന്റെ ലോക്കമർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത്. അതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ദൃശ്യം അത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസുകാർ കൂട്ടത്തോടെ മർദ്ദിക്കുന്നതായിരുന്നു. ഈ വിഷയം പ്രതിപക്ഷം കുറേ ദിവസങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. ഇന്നലെ സഭ ചരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞു. മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. ഇന്ന് പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ ഈ വിഷയം എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് പ്രതിപക്ഷം എടുത്തത്. റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഈ പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നില്ല, അവർക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കുകയാണ്, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ നോട്ടീസിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. 10 മണിക്ക് ശൂന്യവേളയിൽ തന്നെ വിഷയം എടുക്കുന്നു. മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി നൽകേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമങ്ങൾ സജീവമായി വിഷയം ചർച്ച ചെയ്തതാണ്, അതുപോലെ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്, അവർ മാത്രം ചർച്ച ചെയ്താൽ പോരാ, നമുക്കും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂർ ചർച്ചയ്ക്ക് അനുമതി നൽകി. 12 മണി മുതൽ 2 മണി വരെയാണ് ചർച്ചയ്ക്ക് അനുമതി നൽകിയത്. ആദ്യം റോജി എം ജോൺ സംസാരിക്കുന്നു. 15 മിനിറ്റ് സമയമാണ് റോജി എം ജോണിന് ഉണ്ടായിരുന്നത്. 12 മണിക്ക് തുടങ്ങിയ ഉടനെ തന്നെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അതുവരെ ഉണ്ടായ വിഷയങ്ങളെല്ലാം എടുത്ത് റോജി എം ജോൺ സഭയിൽ നിരത്തുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, മർദ്ദനങ്ങൾ, വിവിധ വിഷയങ്ങളെല്ലാം എടുത്ത് റോജി എം ജോൺ സഭയിൽ നിരത്തി. പിന്നീട് സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം ഈ 9 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഊന്നി സംസാരിച്ചത്. ഭരണപക്ഷമാണെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്തല്ല, കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്തും കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തുമെല്ലാം ലോക്കമർദ്ദനങ്ങൾ കൂടുതലായിരുന്നു എന്നുള്ള വാദം മുന്നിൽ നിർത്തി അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് മുത്തങ്ങ സമരം, ഉരുട്ടിക്കൊലക്കേസ് അടക്കമുള്ള വിഷയങ്ങൾ അവർ ഉയർത്തി പ്രതിരോധം തീർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിയാണ് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇന്റലിജൻസ് സംവിധാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അങ്ങ് ഒഴിയണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചു. നടപടിയെടുക്കണം അവർക്കെതിരെ എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അത് ഭരണപക്ഷം ഉയർത്തിയ ആരോപണങ്ങളിൽ തൊടാതെ ആദ്യഘട്ടങ്ങളിൽ UDF സർക്കാരുകളുടെ കാലത്തുണ്ടായ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ആദ്യം വിശദീകരിച്ച് തുടങ്ങിയത്. അത് UDF സർക്കാരുകളുടെ കാലത്ത്, ഏതൊക്കെ സർക്കാരുകളുടെ കാലത്തുണ്ടായ മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. UDF സർക്കാരുകളുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ ലോക്കം മർദ്ദനങ്ങൾ ഉണ്ടായത്. ഈ സർക്കാരിൻ്റെ കാലത്ത് 2016 മുതൽ ഇതുവരെയുള്ള സമയങ്ങളിൽ 144 പോലീസുകാരെ വിവിധ കാരണങ്ങളുടെ പേരിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. മറ്റേതെങ്കിലും സർക്കാരുകളുടെ കാലത്ത് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് തന്നെ നടപടിയെടുത്തു. ആ നടപടിയെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇവരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത് വിശദമായ പരിശോധന നടത്തി മറുപടി നൽകാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി.
അതിൽ പക്ഷേ പ്രതിപക്ഷം തൃപ്തരായില്ല. പ്രതിപക്ഷം നടപടിയെടുക്കുന്നത് വരെ സത്യഗ്രഹ സമരം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം സഭയിൽ നാടകീയമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ AK മഷറഫും നിയമസഭയുടെ കവാടത്തിന് മുന്നിൽ സത്യഗ്രഹ സമരം അനുഷ്ഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 11 ദിവസമാണ് ഇനി സഭയുള്ളത്. ഈ 11 ദിവസവും സഭയ്ക്ക് മുന്നിൽ സമരം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അത് അങ്ങനെ തന്നെ സഭയ്ക്കുള്ളിൽ സമരം നടത്തുമ്പോൾ തന്നെ പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനുള്ള തീരുമാനം കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിനെ എങ്ങനെ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. അതെ, അങ്ങനെ ഈ പ്രശ്നം വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷം അറിയിക്കുന്നുണ്ട്. വിവരങ്ങളാണ് സേഫ് സൈൻ ലാബ്ദി നൽകിയത്. ഇവിടെ ഇന്നത്തെ ന്യൂസ് ടീക്കോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.